പൂമാതൈ പൊന്നമ്മ എന്ന ഒരു നാടകത്തിലെ കുറച്ച് സ്റ്റിൽസും കുറച്ച് വീഡിയോസും നമുക്കിന്നിവിടെ കാണാം. കണ്ണൂർ തളിപ്പറമ്പ് പഴയങ്ങാടി ഏഴോം പഴയങ്ങാടി നെരുവമ്പ്രം കലാസമിതി അവതരിപ്പിച്ച പൂമാതൈ പൊന്നമ്മ എന്ന ഈ നാടകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദൻ കോമരമാണ്. സംവിധാനം രവി ഏഴോം. അഭിനയിച്ചവർ ഷനിൽ, രഞ്ജിത്ത്, ശിവദാസൻ, പ്രവീൺ, രവി, ചോട്ടു, രതീശൻ, സനൂജ, രജിത പഴയവരാണ്. ജന്മി അടിയാന്മാരുടെ കഥ തന്നെയാണ് ഈ നാടകവും. തമ്പുരാൻ്റെ പുതിയ പണിക്കാരിയെ എത്തുന്ന പൂമാതൈ പൊന്നമ്മയെ തമ്പുരാൻ മോഹിക്കുകയും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അത് നടക്കാതെ വരുമ്പോൾ ശിങ്കിടികളെ ശട്ടം കെട്ടുകയും ആയിത്തിര എന്ന പെണ്ണിന് സമ്മാനങ്ങൾ കൊടുത്ത് വശത്താക്കുകയും ചെയ്തു. ആ നാട്ടിലെത്തിയ വാണിഭ സംഘങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയവളാണ് പൂമാതൈ പൊന്നമ്മയെന്ന് അപകീർത്തികരമായ വാർത്തകൾ പടച്ചുവിടുകയും ചെയ്തു. തമ്പുരാൻ അവളെ വശത്താക്കാൻ നോക്കിയിട്ടും നടക്കാതെ വരുമ്പോൾ അവളെ തീയിലിട്ട് കൊല്ലാൻ തമ്പുരാൻ കൽപ്പിക്കുന്നു. ആ തീയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന തെയ്യത്തിൻ്റെ വരവോടെ പൂമാതൈ പൊന്നമ്മ എന്ന ഈ നാടകം അവസാനിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഇപ്പൊ തന്നെ കൂടി ചെന്ന് കാര്യങ്ങൾ തിരക്കുക. ചെല്ലണോ? പിന്നെ വിളിക്കുമ്പോഴേക്കും രണ്ട് ചെറുപ്പക്കാരെ കണ്ടിട്ടേയില്ല. തമ്പുരാനാണ് തമ്മിച്ചു കൊണ്ടുപോയി. പിറ്റേന്ന് നേരം വരുമ്പോ കാണുന്നത് തെങ്ങിന്റെ കുയില് നിൽക്കുന്ന രണ്ട് തെങ്ങുകളാണ് മക്കളെ. അധ്വാനിക്കുന്നതിന് മണ്ണും പെണ്ണും ഈ തീരെ പശുക്ക തീരുന്ന കാലം കഴിഞ്ഞു. ഈ മകൻ തുടർന്നാൽ അരിഞ്ഞു വീഴ്ത്തണോ? പണത്തിനും മുറിമുട്ടിനും വേണ്ടി സ്വന്തം കുലത്തിലെ പുലമതിയായ പെണ്ണിനെ ഒരു കൊടുത്താൽ ചായത്തിനെ വാക്കു പറഞ്ഞാൽ മതി. അവളെ ശരിയാക്കുന്നതായിരിക്കും ഞാൻ ഏറ്റു. അതെ, മക്കളെ ഒന്നും ചെയ്യരുത്. ഈ ഒരു പാടൊക്കെ അതെല്ലാം ചേർന്ന് കുടിക്കാരിയാണ്. മക്കള് തൽക്കാലാണെങ്കിൽ ഈ കരിങ്കാലിയെ നാട്ടിലേക്കൂടാ. നാട്ടിലെ ശാപമാണ്, മഹാശാപം. മക്കളെ തൽക്കാലം നിങ്ങളാണെങ്കിൽ എല്ലാം ദൈവങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നല്ലെങ്കിൽ നാളെ ഈ ദുരവസ്ഥ മാറ്റും. ഒരു കലത്തിൽ രണ്ടു തരം പൂരക്കഞ്ഞിയും ഒരു കുലത്തിൽ രണ്ടു തരം കണ്ണും വേണ്ട. ആയിരത്തിരന്ന് കരിഞ്ചാത്തിയും പൊന്നമ്മയുടെ മണിവത്തും ഒരുമിച്ച് ഈ പൂരപ്പുറയിൽ വാഴിക്കരുത്. തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കും. തമ്പുരാന്റെ വിധി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം. അറിയാം നമ്മുടെ പൂമാതൈ പൊന്നമ്മയും പോട്ടാൻ അവൾ തന്റെ ആരാ? ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഇപ്പൊ തന്നെ കൂടി ചെന്ന് കാര്യങ്ങൾ തിരക്കുക. ചെല്ലണോ? മാനത്തിന് മാനക്കാടായി ഒരു കൂട്ടാതെ നാട്ടിനാളും പറഞ്ഞു കഴിഞ്ഞു.